ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവത്തിന് നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്നതിനേക്കാൾ സമയമെടുക്കുന്നത് വാഗ്ദത്തമുള്ള നിന്നെ പണിതെടുക്കാനാണ്. ബ്രദറെ, നിനക്ക് ദൂതുണ്ടോ? സ്തോത്രം. ബ്രദറെ, നിനക്ക് നിയോഗമുണ്ടോ? സ്തോത്രം. ബ്രദറെ, നിനക്ക് ആലോചനയുണ്ടോ? സ്തോത്രം. ബ്രദറെ, നിന്നെക്കുറിച്ച് ദൈവശബ്ദമുണ്ടോ? സ്തോത്രം. പക്ഷെ എന്റെ ചോദ്യം, അത് പ്രാപിക്കത്തക്കവണ്ണം നീ പണിയപ്പെട്ടോ? അത് വഹിക്കത്തക്കവണ്ണം നീ പണിയപ്പെട്ടോ? പണിയപ്പെട്ടില്ലെങ്കിൽ ദൈവം നിനക്കായി ഒരു ഹൈഡിംഗ് പ്ലേസ് ഒരുക്കുന്നു, ഒരു ഹിഡൻ പ്ലേസ് ഒരുക്കുന്നു, ഒരു മറവിടം ഒരുക്കുന്നു. കയറുക, കയറുക. ദൈവ പദ്ധതികളെ പിടിക്കാൻ, പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയ്ക്കായി ചോദിക്കാം. പല വാഗ്ദത്തങ്ങളും താമസിക്കുന്നതിന്റെ കാരണം ആ വാഗ്ദത്തം പ്രാപിക്കത്തക്കവണ്ണം നീ പണിയപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഈ തിരുവചനത്തിലൂടെ തുറന്നു പറയുമ്പോൾ നീ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത് വാഗ്ദത്തം നിവർത്തിക്കണമെന്നല്ല, മറിച്ച് ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്നൊരു പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരുകയാണെങ്കിൽ വാഗ്ദത്തവും കാണും, വാഗ്ദത്തം ചുമക്കാൻ നീയും കാണും.